ഹായ്. ഇപ്പം എല്ലായിടവും നല്ല മഴയാണല്ലോ അല്ലേ? നമ്മുടെ കൊല്ലം ജില്ലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ മഴ പെയ്യും, എന്നാലും മഴ അങ്ങോട്ട് മാറി നിൽക്കുന്ന സമയത്ത് നല്ല ചൂടുവാണേ. ഇന്നെന്തായാലും അധികം മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് കുറച്ച് ഫെർട്ടിലൈസർ കൊടുക്കാൻ പോവുകയാണേ. അതിനു മുന്നേ കൊഴിഞ്ഞു പോയ പൂക്കളും കരിഞ്ഞു പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് അവരെ ഒന്ന് റെഡിയാക്കണം. ഇനി വളം മേടിക്കാൻ കാശില്ല എന്നൊന്നും ആരും പറയണ്ട കേട്ടോ. ഈ വളം ഉണ്ടാക്കാനായിട്ട് 1 രൂപ ചിലവ് പോലും ഇല്ല. നമ്മുടെ വീട്ടിൽ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന വേസ്റ്റ് ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ശീമക്കൊന്നയുടെ ഇല കൂടി ചേർത്തിട്ടുണ്ട്. ഉള്ളിത്തോല്, മുട്ടത്തോട് ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് ഒരു 4-5 ദിവസം ഞാൻ ഇതിനെ അടച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്. ഇനി അതിനകത്തുണ്ടായിരുന്ന അടിയിലെ വേസ്റ്റ് എല്ലാം ഞാൻ എടുത്ത് കരിയില കമ്പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നമുക്കതും വെറുതെ കളയണ്ട. ഇതിൽ നിന്ന് ഒരു 5 കപ്പ് എടുത്തതിന് ശേഷം ബക്കറ്റ് നിറച്ച് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താണ് നമ്മൾ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നൈട്രജനും പൊട്ടാസ്യവും ചെടികൾക്ക് വേണ്ട എല്ലാ എലമെൻസും മിനറൽസും ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ചെടികൾ നല്ലതായിട്ട് തഴച്ച് വളരാനും നിറയെ പൂക്കൾ ഉണ്ടാക്കാനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ്. ഇതുപോലുള്ള ജൈവ വളങ്ങൾ ഞാൻ 15 ദിവസത്തിലൊരിക്കൽ കൊടുക്കാറുണ്ട്. മാസത്തിൽ 1 പ്രാവശ്യം മാത്രമേ ഏതെങ്കിലും കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാറുള്ളൂ. NPKയോ DAPയോ പോലുള്ളത്. അല്ലാതെ വേറെ ഒരുപാട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓരോ കപ്പ് വെച്ച് നമുക്ക് ഓരോ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാം. റോസക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. പുതിയ പുതിയ തളിരിലകളൊക്കെ വരും. അതുപോലെ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ്. അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഒരു പക്ഷഭേദവും കാണിക്കാതെ ഞാൻ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വളം എല്ലാ ചെടികൾക്കും നമുക്ക് ഒരുപോലെ കൊടുക്കാം. പക്ഷേ ചൈനീസ് ബോൾസം, വിങ്ക പോലുള്ള പ്ലാന്റ്സിന് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് കുറച്ചൊഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. അതൊക്കെ സെൻസിറ്റീവ് ആണല്ലോ. ഒന്നാമത് ഇപ്പോൾ ഇടയ്ക്കൊക്കെ മഴയുള്ളതുകൊണ്ട് ചിലപ്പോൾ അഴുകി പോകാൻ ചാൻസ് ഉണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ്സിനും നന്നായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ്സിനൊക്കെ കുറച്ചധികം ഒഴിച്ചു കൊടുത്തെന്നും പറഞ്ഞു വലിയ പ്രോബ്ലം ഒന്നും വരാനില്ല. ഇതിപ്പോൾ മോനാണ് വീഡിയോ എടുത്തു തരുന്നത്. മോനും വീഡിയോ ഒക്കെ എടുത്ത് പഠിക്കട്ടെ അല്ലേ. ചില സമയത്ത് ഭയങ്കര മടിയാണ് കേട്ടോ. എന്തായാലും ഇന്ന് വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ വന്ന് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മൾ ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് ഒരു 4-5 ദിവസത്തിന് ശേഷമുള്ളതാണ്. പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. കൊടുക്കുമ്പോൾ മഴയില്ലാത്ത ദിവസം കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണേ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബൈ.